നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാന കണക്കുകളിൽ വ്യക്തത വരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തപാൽ വോട്ടുകൾ ഉൾപ്പെടെ പോൾ ചെയ്തത് 79.63%. അന്തിമ കണക്ക് മാറുമെന്നും നടപടികൾ സുതാര്യമെന്നും രത്തൻ കേൽക്കർ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഉത്തരവ്. 5 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. ജാതി അധിക്ഷേപവും മാനസിക പീഡനവുമാണ് മരണത്തിന് കാരണമെന്ന് ആവർത്തിച്ചു കുടുംബം. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യുവജന സംഘടനകളുടെ പ്രതിഷേധം ശക്തം. വനിതാ സംവരണ ബില്ലിലൂടെ ഇന്ത്യ പുതിയ ചരിത്രം രചിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാമൂഹിക നീതി വെറുമൊരു മുദ്രാവാക്യമല്ലെന്നും സ്ത്രീ കേന്ദ്രീകൃത വികസനം ലക്ഷ്യമിട്ടുള്ളതെന്നും നാരീശക്തി വന്ദൻ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി. ബിൽ അവതരിപ്പിക്കുക 16-ന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ. സംസ്ഥാനത്ത് താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. ചർച്ചകൾ അലസിപ്പിരിഞ്ഞതോടെ ഇറാനെതിരെ ആക്രമണം കടുപ്പിക്കാൻ അമേരിക്ക. ഇറാൻ തുറമുഖങ്ങൾക്ക് ഇന്നു മുതൽ US ഉപരോധം. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ നീക്കം തടയും. സമാധാനത്തിനായി നിലകൊള്ളുന്ന തനിക്ക് ട്രംപ് ഭരണകൂടത്തെ ഭയമില്ലെന്ന് മാർപ്പാപ്പ.